എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. വാലാട്ടിയെ പോരാ, എല്ലാവർക്കും സ്വാഗതം പറയാം. വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കോള് വന്നിട്ടുണ്ടെങ്കിൽ ആകെ പാടാൻ മൂടങ്ങ് പോവേ. ഞങ്ങളിന്ന് സെറ്റ് നല്ല ഫ്ലോയിൽ അങ്ങ് വരുമായിരുന്നു. അതിരാവിലെ പ്ലാൻ ആക്കിയ വീഡിയോ ആണ് ഇന്ന്. പക്ഷെ രാവിലെ ഓരോരോ സമയം മാറ്റി ലാഗായി. അതിന്റെ ഇടയ്ക്ക് ഗാറിക്ക് വീഡിയോ എടുത്ത് നമ്മൾ ലാഗായി തുടങ്ങിയപ്പോൾ അവിടെ കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ വിചാരിച്ചു എന്നൊരു 11:30 ഒക്കെ ആകുമ്പോഴത്തേന് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വർക്കിന്റെ കുറെ തിരക്കും കാര്യങ്ങളുമായിട്ട് അതും ലാഗായി. അവസാനം 12 മണിയായിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേന് രാവിലെ തുടങ്ങണമെന്ന് വിചാരിക്കും, പക്ഷെ എങ്ങനെ പോയാലും ഉച്ചയാകും. അമ്മൂട്ടി, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്താലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഗാർഗിക്ക് ഒരു സാധനം കൊടുത്തായിരുന്നു കേട്ടോ. അതെന്തിട്ടാ? ഇതാണ് കേട്ടോ ഗാറിക്കുള്ള ഐറ്റം കേട്ടോ. ഗാറി നമുക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. കൂട്ടുകാരി വന്നേ, കൂട്ടുകാരി ഗാർഗി പോണ്ട കൂട്ടുകാരി. ഗാർഗി അൺബോക്സ് ചെയ്തത് കേട്ടോ. ഈ ഗാർഗിക്ക് വന്ന സാധനമാണ് ഇത്. ഗാർഗി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അൺബോക്സ് ചെയ്ത് കോഴിയുടെ അവസ്ഥ ഇതുപോലെ ആക്കി. ഇപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇത് വൈകുന്നേരം വരെ അവള് നോക്കിയിരിക്കും ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ അമ്മൂട്ടി? അതിനു മുന്നേ നമുക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. പ്രണയം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ. യെസ്, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പഴയ വെഡ്ഡിങ് വീഡിയോ ഒന്ന് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോവാണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രണയം സാക്ഷാത്കാരമായത് ഇത് ശരിക്കും പ്രണയിച്ച് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ അത് സാക്ഷാത്കരിക്കത്തൊന്നുമില്ല. അത് മേ ബി അത് പൂർത്തീകരിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു മൊമെന്റില് ഉണ്ടായ ഒരു കഥകൾ ഞങ്ങൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ടീച്ചറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ലവ് ആ ഡേറ്റ് ഇല്ലേ, ആ ഡേറ്റ് എപ്പോഴാ ഇഷ്ടമാണ് പറഞ്ഞത്? അത് മേ ബി അതറിയില്ല ഗൈസ്. ജൂലൈ 12 അല്ലേ? ഇവ കല്യാണ ദിവസമൊക്കെ പറയാൻ തുടങ്ങി. ക്യാമറ വന്നിട്ട് ഓടാൻ തുടങ്ങി. എനിക്ക് കംപ്ലീറ്റ് ഡേറ്റ് മാറിപ്പോട്ടെ. ഇപ്പൊ എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ മാറിപ്പോയി തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മറക്കും. കല്യാണത്തിന് മുന്നേ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ബർത്ത്ഡേ, പിന്നെ അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേ, പിന്നെ ഇവളുടെ വീട്ടിലെ അടിയന്തരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്ത് വെക്കും. അന്ന് എങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന അത് പിന്നെ വാഗ്ദാനങ്ങള് എന്തല്ല ഇതൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ അറിയാതെ മാറിപ്പോകും. നമ്മൾ ലവ് ചെയ്തിട്ട് എത്ര വർഷമായി? നമ്മൾ ലവ് ചെയ്തിട്ട് 2016, 17, 18, 2016, 17, 18, 19, 20, 21, 22, 23, 24, 25, 10 വർഷം. നമ്മൾ ഈ ഒരു കഥകൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അത് ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇത് അതിൻ്റെ ഒരു നടന്ന സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. അമ്മൂട്ടി, നിനക്ക് മാരേജിന് മുന്നും മാരേജിന് ശേഷവും നിനക്കുണ്ടായ മാറ്റം എന്തൊക്കെയാന്ന് പറയാൻ പറ്റും? എനിക്ക് കല്യാണത്തിന് മുന്നേ ഞാൻ സിംഗിൾ ആയിരുന്നു അല്ലേ? കല്യാണം കഴിഞ്ഞപ്പോ ഡബിൾ ആയല്ലോ. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡബിളായി. പിന്നെ എനിക്കും നേരത്തെ ഒറ്റയ്ക്ക് ചെയ്താൽ മതിയായിരുന്നു, എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഒരാളെയും കൂടെ എക്സ്ട്രാ ഞാൻ നോക്കണ്ട ഗതികേടായി. ഗതികേട്. അപ്പൊ നീ എന്തൊക്കെയാ അതിന് വേണ്ടിട്ട് കിടന്നപ്പെടാപ്പാട് കിടന്ന്? ഞാന് ജോലി ചെയ്യുമ്പോ ഞാൻ കൂട്ടിരിക്കുന്നുണ്ട്. അതൊരു ഉത്തമയായ ഭാര്യയുടെ കടമ. ചായ വെച്ചിരുന്നുണ്ട് പറയുമ്പോ. നേരത്തെ എനിക്ക് ചായ ഒന്നും വേണ്ടായിരുന്നു കേസ്. ഞാൻ ചായ കുടിക്കല, എനിക്ക് വേണ്ടി ഞാൻ ചായ ഒന്നും എടുക്കലിരുന്നില്ല. ഇപ്പൊ ടെൻഷൻ പറയുമ്പോ ചായ എടുത്തു കൊടുക്കണം, ചോറ് എടുത്തു കൊടുക്കണം. ഇതൊന്നും പണിയല്ല, ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതാ. നേരത്തെ ആണെങ്കിൽ എനിക്ക് അമ്മയോട് പറഞ്ഞാലാണെങ്കിലും മതി, എന്റെ കാര്യം അമ്മ ചെയ്തു തരും. ഇപ്പൊ ഞാൻ ടെൻഷന്റെ കാര്യം ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഉത്തരവാദിത്തം കൂടി. ആർക്ക്? എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടെൻഷൻ കൂടി. അത് സ്വാഭാവികം, അതില്ലാത്ത മനുഷ്യനില്ലല്ലോ. അതൊരു സംഭവം നിനക്കറിയാവോ? അതായത് നമ്മള് സന്തോഷങ്ങള് നമ്മള് പെട്ടെന്ന് വരും, പക്ഷെ സന്തോഷം പെട്ടെന്ന് മറക്കും. സങ്കടങ്ങളും ടെൻഷനും ഉണ്ടല്ലോ, ഒരിക്കലും മറക്കത്തുമില്ല, ഒരിക്കലും തീരത്തുമില്ല. നമ്മൾ സന്തോഷം ഉണ്ടാക്കിയ കാര്യം നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക. സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്നു, അത് എൻജോയ് ചെയ്ത് അതവിടെ തീർന്നു. കുറേ നാളിന് ശേഷം ആ സന്തോഷം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴത്തേനുണ്ടല്ലോ,
കൊള്ളാം, അതെന്ത് രസമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സങ്കടം ആലോചിച്ച് കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ സങ്കടം എന്നും ഉള്ളിലിങ്ങനെ വിങ്ങിപ്പൊട്ടു. അപ്പൊ അതാണ് ലൈഫ്, ശരിയല്ലേ? സങ്കടമാണ് മെയിൻ. അപ്പൊ അത് സ്വാഭാവികം. നെഗറ്റീവ് നീ പറഞ്ഞല്ലോ, അത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? പോസിറ്റീവ് എന്ന് പറഞ്ഞാല് കല്യാണം കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ ഗൈസ്. അതുപോലത്തെ ഒരു പാർട്ണറെ കിട്ടിയെങ്കിൽ മാത്രം. അതിനെന്തിനാ കാണിച്ചത്? അല്ല അല്ല, അവള് പറഞ്ഞോണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു കേക്കട്ടെ. ഇല്ല ഇനി പറയുന്നില്ല, നീ അങ്ങ് ഇവരോടും കൂടെ കാണണ്ടേ. അതെ അതെ. ഓക്കെ, ഞങ്ങളെ വെഡിങ് വീഡിയോ ഞാൻ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ റെഡിയായി തുടങ്ങിയ വീഡിയോ ആണ്. മീൻസ് ഇതിന് നമ്മള് എങ്ങനെയാ, അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അന്ന് രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് രാവിലെ എണീക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ദിവസം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാത്രിയിൽ സ്വാഭാവികമായിട്ട് നേരത്തെ പിടിച്ച് കിടത്തുമല്ലോ. എന്നെയും നീ എങ്ങനെയാണ്? ഞാൻ എന്നെ നേരത്തെ പിടിച്ച് കിടത്തി, പക്ഷെ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. അതെന്താ? നാളത്തെ കാര്യം ഓർത്തിട്ട് ടെൻഷനും. എന്റെ കാര്യം എന്തറിയോ, ഞാൻ കൂർക്ക വലിച്ചുറങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ബോധമില്ലാത്ത ഉറക്കം ഉറങ്ങി. എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് രാവിലെ ആയതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അലാറം വെച്ച് കിടക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമയായോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് നോക്കി, അങ്ങനെ ഉറക്കം പോയി. ഞാൻ കഥ കൂട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത്. റെഡി, തുടങ്ങാം. ശരി, നമുക്ക് ഇത് എന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് കേട്ടോ. എങ്ങനെയുണ്ട് മുടി, എന്റെ ലുക്കൊക്കെ? ലുക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതല്ലേലും ഇഷ്ടമാണല്ലോ, സ്വാഭാവികമാണല്ലോ. നമ്മള് വിഷയൊക്കെ ചെയ്ത് പോകുമല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും സ്തുതിയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുന്ന ഒരിതാണ് കേട്ടോ. ഞാനവിടെ നോക്കുമ്പോഴത്തേനും എല്ലാരും എന്നെ ചുറ്റും നോക്കി നിൽക്കുന്നത്. ഞാനത് പൊളിച്ച്. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാരും നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉള്ളിൽ അറിയാതെ നമ്മുടെ മുഖത്തൊരു എക്സ്പ്രഷൻ വരുന്നു പോകും കേട്ടോ. അമ്മൂനത് ഇറക്കുന്നു. ആ സമയത്താണ് ഇവളുടെ ലുക്ക് കാണുന്നത് കേട്ടോ. ശരിക്കും ഇവള് പറഞ്ഞ സംഭവം കണ്ടപ്പോഴത്തേനെ മോനെ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാണ് മെയിൻ ഒരു മൊമെന്റ് കേട്ടോ. താലി കെട്ടുന്ന ഒരു മൊമെന്റ് കേട്ടോ. അമ്പോ ഇതെന്ന് വെച്ചാൽ എന്റെ കൈ വിറക്കിയായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നമ്മള്, എനിക്കത് തിരിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവന് കെട്ടിട്ടും തീരുന്നില്ല. ശരിക്കും അതായിരുന്നു ഒരു മൊമെന്റ് കേട്ടോ. ശരിക്കും ഞാനത് ആലോചിച്ചപ്പോ, ഞാനവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് ആലോചിച്ചപ്പോഴത്തേന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുമ്പോഴത്തേനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ആ ഒരു മൊമെന്റില് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ആണ് തലേദിവസം ഇതിനുള്ള ഒരു ക്ലാസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്ലാസ് ആണ് നമുക്ക് കൺഫ്യൂഷൻ. വേറെ ആരുമല്ല, അങ്ങനെയുള്ളവരൊക്കെയാണ് മുതിർന്നവർ. അപ്പൊ ഇവര് അത് ഇങ്ങനെ കെട്ടണം, അങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോയി അങ്ങനെ ഇങ്ങനെ ചക്ക മാങ്ങ പറഞ്ഞു രീതിയുണ്ട് പറയൂലോ. ആ പറഞ്ഞ് അവസാനം നമുക്ക് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ്. യെസ്, ഓഫ് കോഴ്സ്. ഇതുപോലെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു നല്ലൊരു ദിവസത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പി ആക്കുന്ന ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ പോകരുത്, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.